ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു സെലിമെൻ്റാണ് കാരണം വെച്ചാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ശരിയായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതാക്കാൻ പോകണം. അപ്പോൾ ആദ്യം തന്നെ ബസ്സിൽ കയറി അവിടെ നിന്ന് നേരെ പോയിട്ടോ. പോയി കാശ് എടുത്തു. പിന്നെ അവിടെ നിന്ന് പാലം കയറി കാട്ടൂർ ഇതിലേക്ക് പോയിട്ടോ. അങ്ങാടിയുടെ അതിലാണ് പോണേ. അപ്പോൾ അതേ ഇതൊക്കെ ഒന്ന് ചൂടായതുകൊണ്ട് പുഴയൊക്കെ വറ്റി തുടങ്ങി കേട്ടോ. ഞങ്ങൾ പാലിറങ്ങി അവിടെ നിന്ന് ഒരു സ്റ്റേഷനറി ഷോപ്പിൽ കയറിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായി. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ അവിടേക്ക് പോവാണ്. അതേ മമ്മു നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ആ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നെ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ അവിടെ കുറേ അടിപൊളി വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ നല്ല നേരം വൈകി മമ്മൂനാകെ വിശന്ന് ഇതായപ്പോൾ ഞങ്ങൾ ചന്ദ്രാപ്പിനെ വന്നിട്ട് ഹോട്ടലിൽ കയറി ഫുഡ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തട്ടുമലയിൽ ഞണ്ട് കണ്ടു. അപ്പോൾ ഞണ്ട് കണ്ടപ്പോൾ എനിക്ക് ഞണ്ട് വാങ്ങിക്കാൻ കണ്ടപ്പോൾ ഞങ്ങൾ ഞണ്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് NHൻ്റെ ഇതൊക്കെ പണി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വന്ന് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ അതേ ഞണ്ട് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അതിൻ്റെ ആദ്യം മുകളിൽ നിന്നൊരു ഞട്ട് ഇങ്ങനെ പൊളിച്ച് അതിൻ്റെ കാലും കൈയൊക്കെ ഇതാക്കി പൊടിച്ച് മാറ്റി വെച്ചു. പിന്നെ ഒരു ഷെല്ല് പൊരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഷെല്ല് കളയുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് വേണ്ടാത്ത സാധനം അതൊക്കെ കളയാം കേട്ടോ. എന്നിട്ട് നമുക്ക് 2 പീസാക്കാം. വലുതാക്കാമെന്ന് വെച്ചാൽ വലുതാക്കാം, ചെറുതാക്കാമെന്ന് വെച്ചാൽ ചെറുതാക്കാം കേട്ടോ. എന്നിട്ട് അതൊക്കെ ആക്കിയിട്ട് അപ്പോൾ അതേ ഞണ്ടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് റോസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ അതേ സബോള, നമ്മളെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക്, തക്കാളി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വേണ്ട. അപ്പോൾ ആദ്യം തന്നെ പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അപ്പോൾ ഇത് 3 കൂടി ഇട്ടോ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മളെ സബോള ഇട്ടെടുക്കാം കേട്ടോ. ചെറിയ രീതിയിൽ തിന്നാക്കിയിട്ടാണ് സബോള എണ്ണയിക്കണം. വലുതാക്കി എരിയണ്ട, പെട്ടെന്ന് വാടി കിട്ടണമല്ലോ. അപ്പോൾ അതേ സബോള ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം അത് വഴറ്റിയെടുക്കാം. അപ്പോൾ അതേ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗ്യാസിലാണ് കേട്ടോ ഇപ്പോൾ വെച്ചേക്കണത്. നൈസായിട്ടൊരു പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പകുതിയത്തെ ഗ്യാസ് അങ്ങോട്ട് തീർന്നു. അപ്പോൾ പിന്നെ അടുപ്പത്തായിട്ടോ കടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി ഒന്ന് വാടി വരുന്നത്. ഇത് ഗ്യാസ് പകുതി വെച്ച് നിന്ന് പോയി. പിന്നെ അടുപ്പത്തായി അടുപ്പത്തേക്കൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ നമ്മൾ ഞണ്ടൊക്കെ ഇട്ട് വേവിക്കണ നേരത്ത് ചെറുതായിട്ട് വെന്ത് വന്ന് വറ്റണ നേരത്താണ് കേട്ടോ ഇപ്പോൾ ഗ്യാസ് തീർന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നല്ലോണം. അപ്പോൾ അതിൽ കുറച്ച് പച്ചമുളക് ബാക്കി വെച്ചിട്ടുണ്ടായി കേട്ടോ. ആ പച്ചമുളക് ഇതിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലോണം വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. നല്ലോണം വഴണ്ട് വന്നോട്ടെ. തക്കാളിയൊക്കെ നല്ലോണം ചെറുതായിട്ട് ഉടഞ്ഞൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലയൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതേ നല്ലോണം ഇങ്ങനെ ഇതാക്കി വരുന്നുണ്ട്. അപ്പോൾ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇപ്പോൾ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്, നോർമൽ ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോർമൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി ഇതാക്കിയിട്ടാണ് കേട്ടോ. നല്ലോണം ഫൈനായിട്ട് പൊടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതേ മസാല ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ വിനീഗറിലേക്ക് ചെറുനാരങ്ങ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഞണ്ടിട്ട് കൊടുക്കാം. ഞണ്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മസാലയും ഞണ്ടും ഒക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതാക്കി വെക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാം. അതാണ് നമ്മളെ ഞണ്ട് റോസ്റ്റ്. അതുകൊണ്ട് വെന്തതിന് ശേഷം നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് അങ്ങോട്ട് തീർന്നു. അപ്പോൾ അടുപ്പത്താണ് ബാക്കിയുള്ള കുക്കിങ്ങൊക്കെ ചെയ്യണേ കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെച്ചതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ നമ്മൾ ഈ ഗ്രേവി ഇതിനുണ്ടായിട്ടോ. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. നോർമൽ രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ ഇതിനൊപ്പം ചപ്പാത്തി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്താൽ ആദ്യം തന്നെ നമുക്ക് നല്ലോണം പരത്തി ഇതാക്കിയെടുക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ മമ്മു
ചപ്പാത്തിയുടെ ഇതിലൊക്കെ നല്ലോണം കളിച്ചിട്ടൊക്കെ ഉണ്ടായി കേട്ടോ. ഇതേ ചപ്പാത്തി ഇതേ ഉരുളകളാക്കി ഇതേ കണ്ടില്ലേ, മമ്മു കളി തുടങ്ങിയിട്ടുണ്ട്. ചപ്പാത്തി കുറച്ച് എടുത്തിട്ട് ഉമ്മച്ചി ഇതാക്കി വെച്ചതിന് കുറച്ചൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കളിക്കണ്ടായി കേട്ടോ. അപ്പോൾ അതേ ചപ്പാത്തി പരത്താനായിട്ട് ഉരുളകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ പരത്തൽ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ അതേ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി. ഉമ്മച്ചി കണ്ടോ പരത്തണം, കാരണം ഞാൻ പരത്തിയാൽ ശരിയാവില്ല. പിന്നെ PVC പൈപ്പ് യൂസ് ചെയ്യാൻ കാരണം ചപ്പാത്തിയുടെ ഇത് ഇതാക്കണുണ്ടല്ലോ, പരത്തണുണ്ടല്ലോ, മമ്മു നൈസായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ PVCയിലാണ് ഇപ്പോൾ PVCയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ ചപ്പാത്തി നല്ലോണം വട്ടച്ച് അങ്ങോട്ട് ഇതാക്കി എടുക്കുന്നുണ്ട്. ചപ്പാത്തി സെറ്റായി. ചപ്പാത്തി നമ്മൾ അടുപ്പത്ത് തന്നെയാണ് ഇതാക്കിയത്, കാരണം ഗ്യാസ് കയറുന്നില്ല. അപ്പോൾ അടുപ്പത്ത് ചുട്ടെടുത്തു. മമ്മു അതൊക്കെ കഴിച്ചു കേട്ടോ. മമ്മു അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. ബായ് എടുത്തിട്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.